Hello everyone. അപ്പോൾ ഇന്നത്തെ നമ്മുടെ AE സ്പെഷ്യൽ മോക്ക് ടെസ്റ്റ് മെന്റി ക്വിസ് ആണ്. നമ്മുടെ സെക്കൻഡ് മെന്റി ക്വിസ് ആണ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോ ആദ്യം എല്ലാവരെയും ഞാൻ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോ കഴിഞ്ഞ മെന്റി അറ്റൻഡ് ചെയ്യാത്തവർ ശ്രദ്ധിക്കുക, നിങ്ങളൊരു പേപ്പറും പെന്നും കൂടെ കരുതുക. ബിക്കോസ് ചെറിയ പ്രോബ്ലംസ് കൂടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്വിസിന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ക്വിസിന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആണ് ആൻസി, നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അവൈലബിൾ ആണ് കേട്ടോ, ഫസ്റ്റ് മെന്റിയുടെ. അപ്പൊ അത് നിങ്ങൾ കാണുകയാണെങ്കിലും നിങ്ങൾ പേപ്പറും പെന്നും യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാം. ആൻഡ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ AE ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഗേറ്റ്, പിന്നെ UPSC, ESC, IES കുറച്ച് ഹൈ ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള എന്നാൽ കാൽക്കുലേറ്റേഴ്സിന്റെ സഹായം ഇല്ലാതെ മീൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോ നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കൺഫ്യൂഷനോ അല്ലെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ സ്വന്തമായിട്ട് ഇരുന്ന് ചെയ്ത് നോക്കുക. ഞാൻ ചില ക്വസ്റ്റിന് 1 മിനിറ്റ് സമയം തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സമയം കുറവാണെന്ന് കഴിഞ്ഞ ക്വിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള എക്സാമിനാണെങ്കിലും നിങ്ങൾക്ക് എത്ര സമയം കിട്ടുള്ളൂ? ആ ഒരു ഫിക്സഡ് ടൈമേ കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഒരു മാത്സിലുള്ള ഒരു സ്പീഡും നിങ്ങൾ ഈ ഒരു ഇതിലൂടെ കൂട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ എന്താണെങ്കിലും മെന്റിയുടെ കോഡ് ഒന്ന് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാം. അപ്പൊ അതിന്റെ മുന്നേ ഈ എക്സാംസ് നമ്മൾ ഒക്ടോബറിൽ ഒരുപാട് എക്സാംസ് വരാനായിട്ട് പോവാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സെഷൻസ് നിങ്ങൾ പ്രാക്ടീസ് സെഷൻസ് ആയിട്ട് എടുക്കുക. വളരെ സീരിയസ് ആയിട്ട് തന്നെ അതിനെ കാണുക, പഠിക്കുക, റാങ്ക് ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ മെന്റിയുടെ സ്ക്രീൻ ഒന്ന് ഞാൻ ഷെയർ ചെയ്യാം, കോഡ് ഒന്ന് ഞാൻ ഷെയർ ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മെന്റിയുടെ കോഡ് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. 90091033 ആണ് നമ്മുടെ മെന്റിയുടെ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, 9009. ഞാൻ മെന്റിയുടെ കോഡ് ഒന്ന് ഞാൻ ചാറ്റിലേക്ക് കൂടെ ഇടാം. 90091033. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ മെന്റി അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഏതെങ്കിലും ഒരു ബ്രൗസറിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ www.menti.com എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഗെയിം കോഡ് ചോദിക്കും. ആ ഗെയിം കോഡ് 90091033. ഓക്കെ, ആരെങ്കിലും കേറാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാ. ഓക്കെ, അപ്പോ ഇതില് കുറച്ച് പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് പറയാ, കേറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത് പറയാട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ നമ്മുടെ ചാറ്റിലേക്ക് ഒരു ലിങ്ക് കൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ AE മോക്ക് ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ ഓവർസിയർ മോക്ക് ടെസ്റ്റ് സീരീസും നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ അതിനുള്ള ലിങ്ക് കൂടെ ഞാൻ ചാറ്റ് ബോക്സിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് AE എക്സാം ക്രാക്ക് ചെയ്ത ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സ് ആണ് അതിന്റെ ക്വസ്റ്റ്യനും എക്സ്പ്ലനേഷനും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ ക്രെഡിബിലിറ്റിയിലൊന്നും നമുക്ക് ഒരു ഡൗട്ടും വേണ്ട കാര്യമില്ല. അപ്പോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ഇപ്പൊ കയറിയവരോട് പറയാണ്, ഒരു പേപ്പറും പെന്നും കയ്യിൽ കരുതുക. നിങ്ങളുടെ ആ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, 31 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേര് വരട്ടെ. ഓക്കെ, ഒരു മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെന്റിയിൽ എങ്ങനെയാണ് കയറാന്ന് ചോദിച്ചിട്ടുണ്ട് ജയലക്ഷ്മി. ഏതെങ്കിലും ഒരു ഗൂഗിൾ ക്രോമിൽ പോറ, ഏതെങ്കിലും ഒരു ബ്രൗസറിൽ പോയിട്ട് അതിന്റെ അഡ്രസ് ബാറിൽ www.menti.com ഈ സ്ക്രീനിന്റെ മുകളിൽ കാണില്ലേ, ആ menti.com എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ നമ്മളോട് ഗെയിം കോഡ് ചോദിക്കും. 90091033 ആണ് ഇന്നത്തെ മെന്റിയുടെ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, പെട്ടെന്ന് തന്നെ കയറിക്കോളൂ. അപ്പൊ പ്രാക്ടീസ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ കുറച്ച് മുന്നേ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിലൊരു കോട്ടാണ്, നമ്മുടെ അബ്രഹാം ലിങ്കന്റെ ഒരു കോട്ടാണ്. അപ്പൊ 1 മണിക്കൂർ എനിക്കൊരു മരം വെട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് 1 മണിക്കൂർ തരുകയാണെങ്കിൽ, ഓക്കെ, അബ്രഹാം ലിങ്കൻ പറയുന്നത് 45 മിനിറ്റും ഞാൻ ഉപയോഗിക്കുക ആ മഴു മൂർച്ചപ്പെടുത്താനാണ് എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ
പ്രിപ്പറേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ. ആ മഴുവിന് എത്ര മൂർച്ച കൂടുന്നു, അപ്പൊ ഒരു വെട്ട് വെട്ടിയാൽ എന്ത് ചെയ്യും, മരം അവിടെ വീഴും. അതുപോലെ തന്നെയാണ് ഈ എക്സാംസിന്റെ കാര്യം. അപ്പൊ എനിക്ക് എക്സാംസ് ഓർമ്മ വന്നു. അപ്പൊ നിങ്ങൾ AE ലെവലാണെങ്കിലും ഇപ്പൊ ഓവർസിയർ ലെവലാണെങ്കിലും നിങ്ങൾ എത്രയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിന് വേണ്ടി അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. ആൻഡ് എഗെയിൻ നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെന്റ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഇംപ്രൂവ് ചെയ്യുക. പലരും നന്നായി പ്രിപ്പയർ ചെയ്ത് പോകും, എക്സാമിനേഷൻ ഹാളിൽ ആ സ്ട്രെസ് താങ്ങാനാവാതെ തെറ്റിക്കും. അപ്പൊ ഒരു ഡീപ് ബ്രീത്ത് ഒക്കെ എടുത്തിട്ട് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, ഞാനൊരു മെന്റർ കൂടെ ആവുകയാണ്. ഓക്കെ, മോക്ക് ടെസ്റ്റ് ലിങ്ക് എവിടെ നിന്നാണ് അവൈലബിൾ ആവുക ടു പർച്ചേസ്? ഞാൻ നമ്മുടെ ലിങ്ക് ഒന്നുകൂടെ ആൻസി ഇട്ടിട്ടുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ഞാൻ അതിന്റെ ലിങ്കും ഡീറ്റെയിൽസും ഇട്ടിട്ടുണ്ട്. അപ്പോ അതൊന്ന് എല്ലാവരും ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? എല്ലാവരും ജോയിൻ ചെയ്തോ? ആരെങ്കിലും ഒന്ന് ചാറ്റിൽ റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ജയലക്ഷ്മിക്ക് എന്തെങ്കിലും ട്രബിൾ ഉണ്ടോ? ജയലക്ഷ്മി ഷെമീന ജോയിൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ജയലക്ഷ്മിക്ക് എന്ത് എററാ ജയലക്ഷ്മി കാണിക്കുന്നത്? നെറ്റ് ഉള്ള ഒരു ഒന്നുകൂടെ ഒന്ന് റീട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോ ജയലക്ഷ്മി ഇടയിൽ കയറിയാൽ ഒന്ന് പറയാം, നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ജയലക്ഷ്മി www. സ്പെല്ലിംഗ് കറക്റ്റ് അല്ലേ എന്ന് കൂടെ ഒന്ന് നോക്കുക കേട്ടോ. menti.com ആണ് ജിമെയിൽ. ഏതെങ്കിലും മെയിൽ സൈൻ ഇൻ ചെയ്തുകൂടെ നിങ്ങൾ സിസ്റ്റത്തിൽ വെക്കുക. ഓക്കെ, അപ്പൊ അത് സൈൻ ഇൻ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ജയലക്ഷ്മി പറയാം. അല്ലെങ്കിൽ മെന്റിയിലൂടെ ക്വസ്റ്റ്യൻസ് ഒന്ന് സ്വയം നോക്കാൻ വേണ്ടി ശ്രമിക്കുക. മൃദുൽ അതിന്റെ കോഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും മെന്റിയുടെ സ്ക്രീനിലേക്ക് പോയിക്കോളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, so answer fast to get more points. First question. Okay, time almost up. അടിപൊളി. Which one of the statement is not correct? Okay, കറക്റ്റ് അല്ലാത്ത തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഓപ്ഷൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. വേരിയേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഇസ് ലീനിയർ. ഓക്കെ, P is equal to rho GH. ഓക്കെ, പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു H. അപ്പൊ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അത് ലീനിയർ ആണ്. ഇറ്റ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. എന്ത് പറ്റി? ഓക്കെ, സെക്കൻഡ് എന്ന് പറയുന്നത് പ്രഷർ ഇസ് ഡിപെൻഡന്റ് ഓൺ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദി കണ്ടെയ്നർ. ഓക്കെ, അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല. ഓക്കെ, അപ്പോ അത് നമുക്ക് പറയാനായിട്ട് നമുക്ക് ഒരു നമ്മളുടെ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് തിയറി ഉണ്ടല്ലേ. എന്താ തിയറി പറയുന്നത്? നമുക്കൊരു ഇമേജിന്റെ സഹായത്തോടു കൂടി അത് നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിഫറെന്റ് ഷേപ്പ് ഉള്ള കണ്ടെയ്നേഴ്സ് ആണ് നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണുന്നത് അല്ലെ. ഡിഫറെന്റ് ഷേപ്സ് ആണ്. അത് നമ്മൾ വെള്ളം നിറച്ചു. അതിന്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, നമ്മളുടെ വെസലിന്റെ ഷേപ്പ് അല്ലെങ്കിൽ സൈസ് ഏതാണെങ്കിലും ഓക്കെ, H വെള്ളത്തിന്റെ ഹൈറ്റ് സെയിം ആണെങ്കിൽ ഓക്കെ, അതിന്റെ ബേസിലുള്ള പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് പ്രഷർ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ. നിങ്ങൾ ഏത് സൈസോ ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നറോ എടുത്തോളൂ, പ്രഷർ അവിടെ എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. പ്രഷർ ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഹൈറ്റ് ഓഫ് ദി വാട്ടർ. ഓക്കെ, എത്ര ഹൈറ്റിലാണ് ആ വെള്ളം നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് അവിടെ ഡിപ്പെൻഡ് ആവുന്നത് എന്ന് ശ്രദ്ധിക്കുക. സോ ഓപ്ഷൻ ബി ആയിരുന്നു അവിടുത്തെ തെറ്റായിട്ടുള്ള കാര്യം. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ലീനിയർ ആണ് ഇൻകംപ്രസിബിൾ, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുകൂടെ ഒന്നുകൂടെ ഓർമ്മിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. Question 2. Answer fast to get more points. ഇതെല്ലാവരും ശരിയാക്കുന്നതാണ് എന്റെ വിശ്വാസം. Okay.
Okay, so time is almost up. But question എന്ന് പറയുന്നത് during the process of hydration of cement, വെള്ളവും സിമെന്റും കൂടി ഉണ്ടാവുന്ന റിയാക്ഷൻ ആണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. Due to increase in dicalcium silicate content in cement clinker, the heat of hydration എന്ത് സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള സിമെന്റിന്റെ ഏരിയ എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമെന്റ് നിങ്ങൾ എന്താണെങ്കിലും എന്ത് ചെയ്യാതെ പോരുത്, കവർ ചെയ്യാതെ പോരുത്. എന്താണെങ്കിലും അതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഏത് ലെവലാണെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ നമ്മളുടെ ഡൈകാൽഷ്യം സിലിക്കേറ്റ് അതുപോലെ ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ഉണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. അപ്പോ ഡൈകാൽഷ്യം സിലിക്കേറ്റ് കൂടുമ്പോൾ ഓക്കെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ത് ചെയ്യാണ്, അവിടെ കുറയുകയാണ്, ഇറ്റ് ഡിക്രീസസ്. ഇനി ട്രൈകാൽഷ്യം സിലിക്കേറ്റിന്റെ കേസിൽ നേരെ റിവേഴ്സ് ആണ് നടക്കുന്നത്. C3S കൂടുമ്പോൾ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷനും എന്ത് ചെയ്യും, കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കോമ്പൗണ്ട്സും ഇതൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഉള്ള പോലെ ചെറിയൊരു എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രൈകാൽഷ്യം സിലിക്കേറ്റ് വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കുറെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഫോം ചെയ്യും, മോർ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. അതുകൊണ്ട് തന്നെ അത് എന്തിന് റെസ്പോൺസിബിൾ ആണ്, പെട്ടെന്നുള്ള സ്ട്രെങ്ത് ഡെവലപ്മെന്റിന് റെസ്പോൺസിബിൾ ആണ് ട്രൈകാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഡൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. ഡൈകാൽഷ്യം സിലിക്കേറ്റ് എന്താണ്, സ്ലോ റിയാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എക്സോതെർമിക് റിയാക്ഷൻ ആണ്, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതെന്തായിരിക്കും, ലെസ് ഹീറ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക ആൻഡ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ലേറ്റർ സ്ട്രെങ്ത്, കുറച്ച് കഴിഞ്ഞിട്ടുള്ള സ്ട്രെങ്തിനായിരിക്കും അത് റെസ്പോൺസിബിൾ ആയിരിക്കാം. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ ശരിയായി ഒരുവിധം എല്ലാവർക്കും കറക്റ്റ് ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഓക്കെ, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക, ശ്രദ്ധിച്ചു വായിക്കുക. ഓക്കെ, മൂവിങ് ഓൺ ടു തേർഡ് ക്വസ്റ്റ്യൻ. നമുക്ക് ലീഡർ ബോർഡ് വരുമ്പോൾ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, ജയശ്രീ കേറി എന്ന് ഞാൻ വിചാരിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ. MPN index is a measurement of the following. ഇത് തെറ്റിക്കരുത്. ഓക്കെ, MPN ഇൻഡെക്സ് എന്ന് പറയുന്നത് അല്ലെ മോസ്റ്റ് പ്രോബബിൾ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ജനറലി പാത്തോജനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫുഡിലൊക്കെ വാട്ടറിലൊക്കെ ബാക്ടീരിയാസ് ഉണ്ടോ, അത് നമുക്ക് ഹാർംഫുൾ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു നമ്പർ ആണ് അല്ലെ മോസ്റ്റ് പ്രോബബിൾ അല്ലെങ്കിൽ MPN ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പാത്തോജനിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എക്സാക്ട്ലി എന്ത് തന്നെയാണ്, കോളിഫോം ബാക്ടീരിയ ആണ്. MPN-ഉം അതുപോലെ BOD COD ഒക്കെ വെച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് എൻവറോൺമെന്റൽ സൈഡിന്. അപ്പൊ അത് നിങ്ങൾ പക്കയാക്കി വെക്കുക. ചെറിയ ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് ആണ്. വരുന്ന കാലഘട്ടത്തിലൊക്കെ കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഇക്വേഷനും ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോക്കി വെക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. ഓക്കെ, നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. If activity of a soil sample is greater than 1.25, എന്താണ് ആക്ടിവിറ്റി? എ എന്താണെന്ന് ആലോചിക്കുക. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഹൈവേ അങ്ങനെ എന്ത് മണ്ണ് എവിടെയൊക്കെ വരുന്നു അവിടെയൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ആക്ടിവിറ്റി. ഓക്കെ, നമുക്ക് നോക്കാം. Time is up. ഓക്കെ, സോ എല്ലാവർക്കും അറിയാലോ 29 പേര് ശരിയാക്കിയിട്ടുണ്ട്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ഓഫ് ക്ലേ ഫ്രാക്ഷൻ അല്ലെ, IP/C ആണ് നമ്മളുടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു മണ്ണിന്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അതിന്റെ ഒരു എന്താ പറയാ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിനെയാണ്. എത്രത്തോളം അതിന് എക്സ്പാൻഡ് ചെയ്യാം. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വെള്ളം പോയാലും അത് കുറഞ്ഞാലും ഒക്കെ അതിന് എന്തുണ്ടായിരിക്കും, വോളിയം ചേഞ്ച് ഉണ്ടായിരിക്കും. അപ്പൊ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂല് മണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ്. ഇപ്പോ ബ്ലാക്ക് കോട്ടൺ സോയിലിനൊക്കെ ആക്ടിവിറ്റി വളരെ കൂടുതലാണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1.25 ആണ്. പക്ഷെ കൃഷിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അത് എന്താണ്, നല്ല സോയിലാണ്. പക്ഷെ എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂൽ എന്താണ്, അത് വീക്ക് ആയിട്ടുള്ള സോയിലാണ്. അപ്പൊ ആ റേഞ്ച് ആർക്കെങ്കിലും അറിയോ, ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാമോ? ഇപ്പോ ഇനാക്റ്റീവ്, നോർമൽ, ആക്റ്റീവിന്റെ റേഞ്ച് എത്രയാണ് എന്ന് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാമോ?
പെട്ടെന്ന് തന്നെ ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്, ഷമീം അതുപോലെ ജയലക്ഷ്മി എല്ലാവരും പറയുന്നുണ്ട് യെസ്. ലെസ് ദാൻ, യെസ് ആൻസി പറയുന്നുണ്ട് വെരി ഗുഡ്. 0.75 കുറവാണെങ്കിൽ ഇനാക്റ്റീവ് ആണ്. 0.75 to 1.25 ആണെങ്കിൽ അത് നോർമലി ആക്റ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ നോർമൽ എന്ന് പറയാം അല്ലെ. ഗ്രേറ്റർ ദാൻ 1.25 ആവുമ്പോൾ എന്താണ്, അത് ആക്റ്റീവ് ആണ് എന്ന് മനസ്സിലാക്കുക. ബ്ലാക്ക് കോട്ടൺ ഒക്കെ ഗ്രേറ്റർ ദാൻ 1.25 ആ റേഞ്ചിലായിരിക്കും വരിക. യെസ് ഗായത്രി വെരി ഗുഡ്. ആൻസി അതുപോലെ ജയലക്ഷ്മി അതുപോലെ ഷമീം എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. ഗുഡ് ഗോയിങ്. അപ്പോ ഇത് നിങ്ങൾ റിവൈസ് ചെയ്യാൻ കൂടെ നിങ്ങൾ ഈ സെഷൻ ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രോബ്ലംസ് വരുന്നുണ്ട്, പെന്നും പേപ്പറൊക്കെ അടുത്ത് തന്നെ വെച്ചോളൂ. ഓക്കെ, നമുക്ക് നോക്കാം. 5th ക്വസ്റ്റ്യൻ, 5ാമത്തെ ചോദ്യം. If angle of contact of a drop of liquid is acute, then okay, നമുക്ക് നോക്കാം എപ്പോഴാണ് ആ ആംഗിൾ ഓഫ് കോണ്ടാക്ട് അല്ലെങ്കിൽ അത് എക്യൂട്ട് ആവുക എന്ന് പറയുമ്പോൾ അഡ്ഹഷൻ എന്തിനേക്കാൾ കൂടുതലാവുമ്പോ കൊഹഷനേക്കാൾ കൂടുതലാവുമ്പോ, അപ്പൊ കൂടുതൽ ഒരു വെറ്റ് സർഫസ് കിട്ടുമല്ലേ. ആ ബബിൾ നിൽക്കുന്ന ഫിഗർ നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, അഡ്ഹഷൻ മോർ ദാൻ കൊഹഷൻ ആവുമ്പോൾ ആ ബബിളിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും, കൂടുതൽ വെറ്റ് സർഫസ് കിട്ടുന്നത് പോലെ ആയിരിക്കും. സോ എപ്പോഴാണ് അക്യൂട്ട് അല്ലെങ്കിൽ ലെസ് ദാൻ 90 ഡിഗ്രി ഫോം ചെയ്യാൻ ചോദിക്കുമ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇറ്റ് ദ ആൻസർ ഇസ് അഡ്ഹഷൻ ഇസ് മോർ ദാൻ കൊഹഷൻ. കൊഹഷൻ ഇസ് മോർ ദാൻ അഡ്ഹഷൻ ആവുമ്പോഴോ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുക അല്ലെ. അപ്പൊ ഈ ജസ്റ്റ് ഈ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും വിചാരിക്കുന്നു. When adhesion force is more than cohesion force, then fluid will wet the surface and angle of contact between the fluid and surface will be less than 90 degree. അല്ലെങ്കിൽ അത് എന്ത് ആംഗിൾ ആയിരിക്കും അവിടെ കൊടുക്കുക, അക്യൂട്ട് ആംഗിൾ ആയിരിക്കും അവിടെ കൊടുക്കുക. ഓക്കെ, ഹോപ്പ് ദാറ്റ് വൺ ഇസ് ക്ലിയർ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനിയും ജോയിൻ ചെയ്യാത്തവർക്ക് നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിയർ കംസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ലീഡർ ബോർഡ് വരുമ്പോൾ സെബു, അനു, അഭിലാഷ്, സിജി, കാർഗിൽ, ഓക്കെ, അതുല്യ, ഓക്കെ, നിങ്ങൾ സ്വന്തം പേര് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല പേരുകളായിരിക്കുമല്ലോ. ഓക്കെ, ഇവരൊക്കെയാണ് ആദ്യത്തെ 10 സ്ഥാനങ്ങളിലുള്ളത്. അപ്പൊ നിങ്ങളുടെ സ്വന്തം പേര് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത തവണ അതിനു വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? സെബു ആരാണെന്നൊന്ന് പറയാമോ? ഒറിജിനൽ പേരാണോ? സെബു ചാറ്റിലുണ്ടോ? നമ്മുടെ കൂടെ നമ്മുടെ വെബിനാറിലുണ്ടോ? ഓക്കെ ഫൈൻ, നമുക്ക് ഒട്ടും സമയം കളയാനില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? മൂവിങ് ഓൺ ടു നമ്മുടെ 6ാമത്തെ ചോദ്യം, 6th ക്വസ്റ്റ്യൻ. ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ ഒന്ന് ചാറ്റിലേക്ക് വരാം. ഓക്കെ, 6th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 6ാമത്തെ ചോദ്യം. ആൻസർ ഫാസ്റ്റ് ടു ഗെറ്റ് more points. Bending moment which produces convexity upwards. Bending moment which produces convexity upwards. Okay, sagging bending moment ആണോ, hogging bending moment ആണോ, രണ്ടുമാണോ, ഇതൊന്നുമല്ലേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ടൈം ഇസ് ഓൾമോസ്റ്റ് അപ്പ്. നമുക്ക് നോക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. അപ്പോ സാഗിങ് എന്താണ്, ഹോഗിങ് എന്താണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഈ ഫിഗറിലൂടെ നമുക്ക് വ്യക്തമാണ് അല്ലെ. എങ്ങനെയാ നമ്മളിത് പറയാം? അപ്പൊ സാഗിങ് ആണെങ്കിൽ കോൺവെക്സിറ്റി താഴോട്ടായിരിക്കും, ഹോഗിങ് ആണെങ്കിൽ എന്തായിരിക്കും, കോൺവെക്സിറ്റി മുകളിലോട്ടായിരിക്കും. ഹോഗിങ് വരുമ്പോൾ ടെൻഷൻ ആയിരിക്കും മുകളില്, കംപ്രഷൻ ആയിരിക്കും താഴെ. ഇൻ കേസ് ഓഫ് സാഗിങ് മുകളില് കംപ്രഷനും താഴെ എന്തായിരിക്കും, താഴെ ടെൻഷനും ആയിരിക്കും. അപ്പൊ അതിന്റെ ഷേപ്പ് അടക്കം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ എക്സാമിനേഷന് ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ കൊണ്ട് മാറി പോകുന്ന ഒരു കാര്യം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, 7th question.
To form still water pocket in front of canal head, following is constructed. പെട്ടെന്ന് പറഞ്ഞോളൂ. ഫിഷ് ലാഡർ ആണോ, ഡിവൈഡ് വാൾ ആണോ, ഡാം ആണോ? ഇതൊന്നുമല്ലേ. To form still water pocket in front of canal head. Okay. സോ എല്ലാവർക്കും അറിയാം ഡിവൈഡ് വാൾ ആണെന്ന്. ഡിവൈഡ് വാൾ എന്ന് പറഞ്ഞാൽ വാൾ നമ്മൾ വിയറിനോ അല്ലെങ്കിൽ ബാരേജിനോ ഒക്കെ പെർപെൻഡിക്കുലർ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ഡിവൈഡ് വാൾ എന്ന് പറയുന്നത് അല്ലെ. അതെന്തിനാ വേണ്ടി? ആ വെള്ളം അവിടെ സ്റ്റില്ലാക്കി, വാട്ടർ പോക്കറ്റ് സ്റ്റില്ലാക്കി വെക്കാൻ വേണ്ടിട്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്തിനാ അവിടെ സ്റ്റില്ലാക്കി വെക്കുന്നത്? ഓഫ് കോഴ്സ് ആ സിൽട്ട് പോലുള്ള പാർട്ടിക്കിളൊക്കെ എന്ത് ചെയ്യാൻ, അവിടെ സെറ്റിൽ ആവാൻ. ഓക്കെ. വിയർ എന്ന് പറയുമ്പോൾ അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും ഉള്ള ഒരു സെപ്പറേഷൻ വരുന്ന ഒരു സംഭവമാണല്ലോ. അപ്പൊ അവിടെ വെള്ളം നമ്മുടെ സ്പീഡ് കുറച്ചല്ലേ സ്റ്റില്ലാക്കി നിർത്തി എന്ത് ചെയ്യും, സിൽട്ട് ഒക്കെ എന്ത് ചെയ്യും, അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അത് സിൽട്ട് എക്സ്ക്ലൂഡറോ അല്ലെങ്കിൽ നമ്മളുടെ അണ്ടർ സ്ലൂയിസ് ഒക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ സ്കോറിംഗ് സ്ലൂയിസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സിൽട്ട് അവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ കളയുക. അപ്പോ ഡിവൈഡ് വാൾ ആണ് നമ്മുടെ ടു ഫോം സ്റ്റിൽ വാട്ടർ പോക്കറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് കനാൽ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ചോദ്യം. 8th question. Estimation എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The built-up area covered of a building measured at the floor level of any story. Built-up area covered by a building measured at the floor level of any story. ഓക്കെ, അതിനൊരു സംശയമില്ല അല്ലെ? എന്താണ് പ്ലിന്ത് ഏരിയ? ഞാനൊരു ഫിഗറിന്റെ സഹായത്തോട് ദിസ് ഇസ് എ പ്ലിന്ത് ഏരിയ. ഹോളും എല്ലാവരും അല്ലെ പ്ലിന്ത് ഏരിയ നമ്മൾ കോമൺലി ബിൽട്ടപ്പ് ഏരിയ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇൻ അതർ വേർഡ്സ് നമ്മൾ പറയുകയാണെങ്കിൽ പ്ലിന്ത് ഏരിയ ഇസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദി ടോട്ടൽ ഏരിയ ഓക്യുപ്പൈഡ് ബൈ ദി ബിൽഡിംഗ് ആസ് എ ഹോൾ എന്ന് പറയാം. അപ്പോൾ പ്ലിന്ത് ഏരിയ എന്താ, കാർപ്പറ്റ് ഏരിയ എന്താ, അത്തരത്തിലുള്ള ഏരിയാസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിന്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തറോ ആയിട്ട് തന്നെ പഠിക്കുക. അതിൽ ഫർദർ എക്സ്പ്ലനേഷൻ ഒന്നും കാര്യമില്ല. ഓൾറെഡി പഠിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ക്വിസ് ആണല്ലോ നടക്കുന്നത്. നിങ്ങൾ വീക്കസ്റ്റ് ആയിട്ടുള്ള സൈഡ് നിങ്ങൾ കണ്ടുപിടിക്കുക. നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസ് അതിനുള്ള ലിങ്ക് ഞാൻ ഓൾറെഡി നമ്മുടെ ചാറ്റ് ബോക്സിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതും നിങ്ങളൊന്ന് കയറി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ എഇ ബാച്ചിലേക്ക് അഡ്മിഷൻ കുറച്ച് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ബാച്ചിന്റെ റെക്കോർഡഡ് ക്ലാസ് ഓൾറെഡി അവൈലബിൾ ആണ്, എൻറ്റയർ ക്ലാസിന്റെ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ ഞാൻ നമ്പർ കൂടെ ഞാൻ നമ്മുടെ ചാറ്റ് ബോക്സിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു നമ്മുടെ അടുത്ത ചോദ്യം. ഓക്കെ, ഹിയർ കംസ് ദി 9ാമത്തെ ചോദ്യം. Okay, answer fast to get more points. When the deposit of efflorescence is more than 10% but less than 50% of the exposed area of the brick, the presence of efflorescence is. ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റേഞ്ചും കാര്യങ്ങളൊക്കെ ഒരുപാട് സബ്ജക്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. പക്ഷെ ഇതൊക്കെ പഠിച്ചു നിങ്ങൾ തറവായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു അനുമാനം. ഓക്കെ, സോ എന്താണ്, ഒരു ഡൗട്ടും ഇല്ല, മോഡറേറ്റ് ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. തെറ്റിച്ച ഒരു 6 പേരുണ്ടല്ലോ, എന്ത് പറ്റിയവർക്ക് മാറിപ്പോയോ? അപ്പോൾ ഞാനിത് ജസ്റ്റ് എഴുതി നിങ്ങൾക്കൊന്ന് വിഷ്വലി നമ്മൾ കാണുമ്പോഴാണല്ലോ പിന്നെ നമ്മളത് പഠിക്കുന്നത്. 0% ആണെങ്കിൽ എഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് സോലുബിൾ സോൾട്സ് അല്ലെ, ആ വെള്ളപ്പൊടി. ഓക്കെ, ലെസ് ദാൻ 10% ആണെങ്കിൽ സ്ലൈറ്റ് ആണ്. 10 to 50 ആണെങ്കിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് മോഡറേറ്റ്. ഗ്രേറ്റർ ദാൻ 50% ആണ് ഹെവി ആണ്, ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത്തരത്തിലുള്ള റേഞ്ച് നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഹോപ്പ് ദാറ്റ് വൺ ഇസ് ഓൾസോ ക്ലിയർ. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ഇത് ഒന്ന് പഠിച്ചോ. നിങ്ങൾ എക്സാമിന് പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കുക, അതുപോലെ തന്നെ ഇക്വേഷൻ ബുക്സ് ഉണ്ടാക്കുക. ഓക്കെ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കുക. നമ്മുടെ മോക്ക് ടെസ്റ്റ് ഡിഫറെന്റ് സബ്ജക്ട്സ് ആണ്, സബ്ജക്ട് വൈസ് അല്ല. ഇനി ഉള്ള സമയം എന്ന് പറഞ്ഞാൽ പല സബ്ജക്റ്റുകളൊക്കെ കണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ടൈം മാനേജ്മെന്റ് പഠിക്കണം. അപ്പൊ അതുകൂടെ നിങ്ങൾ പാരലി ചെയ്ത് പോവാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഞാൻ കുറച്ച് പ്രിസൈസ് ആയിട്ടാണ് പറയുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൂടുതൽ റെഫർ ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു 10th ക്വസ്റ്റ്യൻ.
A soil sample is having a specific gravity 2.6. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, സോ ദാറ്റ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ആവണ്ട, ചെയ്തു. Time is almost up. Okay, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താ സംശയം അല്ലെ? 30 ആണ്. ES is equal to WG ഏത് ഓർക്കത്തെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയണം, കാരണം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് G തന്നിട്ടുണ്ട്, E തന്നിട്ടുണ്ട്. ഓക്കെ, വാട്ടർ കണ്ടന്റ് ES is equal to WG വാട്ടർ കണ്ടന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ S എന്ന് പറയുന്നത് ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. ഓക്കെ, ഫുള്ളി സാച്ചുറേറ്റഡ് ആകുമ്പോൾ S എന്ന് പറയുന്ന ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ഇതിൽ S1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. G ഓൾറെഡി തന്നിട്ടുണ്ട്, E തന്നിട്ടുണ്ട്, ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.3 കിട്ടും. ഇൻ പെർസെന്റേജ് എത്രയായിരിക്കും? 30 is the right answer. 32 പേരാണ് അത് ശരിയാക്കിയത്. എക്സാമിന് ചെയ്ത് പഠിക്കുക, കയ്യിലൂടെ തന്നെ പോട്ടെ കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. ഓക്കെ, ലീഡർ ബോർഡ് ആണ്. ലീഡർ ബോർഡ് വരുമ്പോൾ ആരൊക്കെയാണ് ഫസ്റ്റ് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കുറച്ചുപേരുടെ ഇടയിൽ തെറ്റിയിട്ടുണ്ട്. അഭിലാഷ്. ഓക്കെ, അഭിലാഷ് ആണ്. അഭിലാഷ് കഴിഞ്ഞ പ്രാവശ്യവും ടോപ്പായിട്ട് അല്ലെ ആ ഒരു ഇതിൽ വന്നിട്ടുള്ള ആളാണ് അഭിലാഷ്. അഭിലാഷ് ആണ് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള, ടോപ്പിൽ വരാറുണ്ട്. കഴിഞ്ഞ മോക്ക് ടെസ്റ്റിനും ടോപ്പിലൊക്കെ വന്നിരുന്നു അല്ലെ. അപ്പൊ അഭിലാഷ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അനു തൊട്ട് ബാക്കിലുണ്ട്. സെബു തേർഡിലേക്ക് പോയി. ജോണി, അമൽ, അതുല്യ, സിയ, ഗോപിക, റോസ് എല്ലാവരും ഉണ്ട്. അപ്പൊ സോ ഫാർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം ആരെങ്കിലും ചാറ്റിൽ പറഞ്ഞേ. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ തുടങ്ങുള്ളൂ. അപ്പോ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ട് റിവൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? എങ്ങനെയാണ്? ഒന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ചാറ്റിലൂടെ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ കാണാത്തതാണോ ചാറ്റ്? ഓക്കെ, അപ്പൊ ജയലക്ഷ്മി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അഞ്ജലിക്കും ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അനുവിനും ചെയ്യാൻ പറ്റുന്നുണ്ട്, അഭിലാഷ് യെസ്, അഭിലാഷ് ഡാനിയൽ ആണെന്ന് തോന്നുന്നു അല്ലെ സോഫാർ ഫസ്റ്റ് നിൽക്കുന്നത്. ഗുഡ് ഗോയിങ് അഭിലാഷ്, അനു, അഞ്ജലി, ജയലക്ഷ്മി എല്ലാവരും. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ശ്രദ്ധിക്കുക, ഇതൊക്കെ ഓൾറെഡി കോമ്പറ്റേറ്റീവ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ഏരിയ ഉണ്ടായിരിക്കുമല്ലോ എക്സാമിനൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയ, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വർത്ത് തന്നെ ആയിരിക്കും എന്നത് ഞാൻ ഗ്യാരണ്ടി ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 11th question. Answer fast to get more points. A circular beam of 100 mm diameter is subjected to a shear force of 30 kilonewton. The maximum shear stress will be nearly. ശ്രദ്ധിച്ച് ചെയ്യാം. ഇതിൽ മാത്സിൽ അത്യാവശ്യം സ്പീഡുള്ളവർക്ക് ഈ ക്വസ്റ്റ്യൻ ആ സമയത്തിന്റെ ഉള്ളിൽ ചെയ്തെത്താൻ പറ്റൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. അല്ലെങ്കിൽ കുറച്ചുകൂടെ സമയം അടുത്ത പ്രാവശ്യം നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇടാം. ഞാനൊന്ന് നോക്കാം.
ഓക്കെ, ടൈം ഇസ് ഓൾമോസ്റ്റ് അപ്പ്. എന്നാലും കുറെ പേര് ശരിയാക്കിയിട്ടുണ്ട്. 5.1 MPa. ഓക്കെ, നമുക്കറിയാം സർക്കുലർ ബീം ആണ്, സബ്ജക്ട് ടു എ ഷിയർ ഫോഴ്സ് ആണ് തന്നിട്ടുണ്ട്. മാക്സിമം ഷിയർ സ്ട്രെസ്, ഓഫ് കോഴ്സ് ഷിയർ ഫോഴ്സ് അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ആ ബീമിൽ എന്തുണ്ടായിരിക്കും, ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലേക്ക് ഷിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള സ്ട്രെസ്സസ് ഒക്കെ അവിടെ ഫോം ചെയ്യും. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സർക്കുലർ ബീം ആണെന്ന്. സോ മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ് ഫോർ എ സർക്കുലർ ബീം എന്ന് പറയുന്നത് 4/3 F/A ആണ്. എഫ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം ബിക്കോസ് ഡയമീറ്റർ ഇസ് ഓൾറെഡി ഗിവൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ടോമാക്സ് ഇസ് ഈക്വൽ ടു 4/3 ഡിവൈഡഡ് ബൈ F/A. കൺഫ്യൂഷൻ ആവരുത്, എഫ് കിലോ ന്യൂട്ടണിലും ഡയമീറ്റർ MM-ലും ആണ്. സോ നമ്മൾ അതിനെ എന്തിലേക്ക് മാറ്റണം, ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ ന്യൂട്ടൺ പെർ MM² അല്ലെങ്കിൽ MPa-ലാണ് നമുക്ക് ആൻസർ കിട്ടുക. സോ ദ കറക്റ്റ് ആൻസർ ഇസ് 5.1 MPa. തെറ്റിച്ചവർ ഒന്നുകൂടെ സാവധാനം ഇത് കഴിഞ്ഞാൽ ഇരുന്ന് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത പണിയിലേക്ക് പോവുക. ഓക്കെ, അപ്പൊ പഠിക്കുക. ഓക്കെ, അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 12. Answer fast to get more points. Okay. So time is almost up. അപ്പോ ഇത് ഇക്വേഷൻ ഒക്കെ എഴുതി വരുമ്പോ കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നാം, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബോസ്നിക് ഇക്വേഷൻ വെച്ചിട്ടാണ്, ബോസ്നിക് തിയറി വെച്ചിട്ടാണ് ചെയ്യാന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഹിന്റ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുണ്ട് കോൺസെൻട്രേറ്റഡ് ലോഡ് 500 kN ആണ്, അതൊരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ വെർട്ടിക്കൽ നോർമൽ സ്ട്രെസ് അറ്റ് 2 മീറ്ററും 4 മീറ്റർ ഡെപ്തിലും. ഓക്കെ, ആറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ലോഡിൽ വരുന്ന സ്ട്രെസിന്റെ വേരിയേഷൻ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമെന്ന് വിചാരിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ബോസ്നിക് തിയറി പ്രകാരം സ്ട്രെസ് അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത് 3q divided by 2πz² into 1/1 plus r/z whole square into 5/2 ആണ്. ഈ ഇക്വേഷനും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പോ അലോങ് ദി പോയിന്റ് ഓഫ് ലോഡ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് r അവിടെ എന്താണ്, 0 ആണ്. ഓക്കെ, അപ്പൊ q-ന് നമുക്ക് എന്ത് എഴുതാം, 3q divided by 2πz² എന്ന് എഴുതാം, which is q directly proportional to 1/2. ഈ ഒരു ഇക്വേഷൻ, ഓക്കെ, ഈ ഒരു q is directly proportional to 1/z² എന്ന് അറിഞ്ഞാൽ മതി, നമുക്ക് വേറൊന്നും മുകളിലോട്ട് നോക്കേണ്ട കാര്യമില്ല. സോ Q1 by Q2 അതിന്റെ റിലേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ 4/2 whole square which gives 4. അപ്പൊ ആ ക്വസ്റ്റ്യൻ ശരിയായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പ്രോബ്ലം, ഇതൊക്കെ 5/2 raised to 5/2 ഉള്ള ഇക്വേഷൻ ആണ്. പ്രോബ്ലം ഒന്നും വരില്ല, കാരണം കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചൊന്നും ഇരിക്കേണ്ട. അതിന്റെ കൺസെപ്റ്റ് ലെവലിലുള്ള പ്രോബ്ലംസും വരാം. ഇതിനിപ്പോ കാൽക്കുലേറ്റർ വേണ്ടല്ലോ. സോ നിങ്ങൾ ഒരു കാര്യത്തിനെയും അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, എവിടുന്നും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഇതൊരു ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇത് നമുക്ക് പൊതുവെ ഇയിലൊക്കെ ഗേറ്റ് IAS-ലൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ 13ാമത്തെ ക്വസ്റ്റ്യൻ. Answer was to get more points. നോമിനൽ കവർ എത്രയാന്ന് പറഞ്ഞു ചെയ്തോക്കൊന്നും വേണ്ട, മനസ്സിലുള്ള കാൽക്കുലേഷൻ മതി. ഫിഗർ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എഫക്റ്റീവ് കവർ ആണ് തന്നിട്ടുള്ളത് കേട്ടോ, 50 mm. എഫക്റ്റീവ് കവർ ആണ് തന്നിട്ടുള്ളത് 50 mm. ചോദിച്ചിട്ടുള്ളത് നോമിനൽ കവർ കാണാനാണ്. സോ ടൈം ഇസ് അപ്പ്. നമുക്ക് നോക്കാം. ഓക്കെ,
നമ്മളുടെ 42 mm എന്നാണ് 22 പേരും ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഓക്കെ, നമ്മൾക്കറിയാം നോമിനൽ കവർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റിറപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ട് പുറത്ത് നിന്ന് നമ്മുടെ ബീമിന്റെ ഔട്ടർ സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെന്ന് പറയാം. ഓക്കെ, നമുക്ക് ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്? നമ്മുടെ എഫക്റ്റീവ് കവർ തന്നിട്ടുണ്ട് 50. സോ 50 മൈനസ് ഈ ഒരു നമ്മളുടെ ഡയാമീറ്റർ 3 നമ്പേഴ്സ് ഉള്ള ഡയമീറ്ററിന്റെ ബൈ 2. അപ്പൊ ഇത് മൈനസ് ആയി, എന്നിട്ട് എന്ത് ചെയ്യുക? ആ 12, ഓക്കെ, ഡയമീറ്റർ ഓഫ് ദി സ്റ്റിറപ്പ് 12 കൂടെ മൈനസ് ചെയ്യുമ്പോൾ 30 mm വിൽ ബി ദി നോമിനൽ കവർ. ഓക്കെ, അത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കുറച്ച് പേര് 42 അവിടെ നിൽക്കുന്നുണ്ട്, 12 കൂടെ അവിടെ മൈനസ് ചെയ്യണം അല്ലെ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഗേറ്റ് 2020 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അല്ല, 2019 ഗേറ്റിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിപ്പോ ഗേറ്റ് ആണോ AE ആണോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ആ രീതിയിൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഹയർ ലെവലിൽ തന്നെ പഠിക്കാം. ഓക്കെ, പൈപ്പ് കൊറോഷൻ ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ. ക്വസ്റ്റ്യൻ ഒക്കെ സിമ്പിൾ ആയിരിക്കും, നമ്മൾ തെറ്റിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു പ്രശ്നം. ഓക്കെ, പൈപ്പ് കൊറോഷൻ ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ. എന്താ സംശയം അല്ലേ? പൈപ്പ് കൊറോഷൻ, റിമൂവൽ ഓഫ് കോപ്പർ സൾഫേറ്റ്, അഡീഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഒക്കെ എങ്ങനെയാണ് പൈപ്പ് കൊറോഷനെ മിനിമൈസ് ചെയ്യുക? ഇത്തരത്തിലുള്ള കോമ്പൗണ്ട്സ് ഒക്കെ കൂടുമ്പോൾ, അഡീഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കൂടുമ്പോൾ കൊറോഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കത് എങ്ങനെ കുറയ്ക്കാന്ന് ചോദിക്കുമ്പോൾ എന്താണ്? ആ ഡിസോൾവ്ഡ് ഓക്സിജനെ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ pH ഒക്കെ നമ്മുടെ കൊറോഷന് കാരണമാവും. pHനൊക്കെ റെഗുലേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്? പൈപ്പ് കൊറോഷനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാറ്. സോ ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. 16 പേരാണ് ഇത് ശരിയാക്കിയിട്ടുള്ളൂ, ബാക്കിയുള്ളവർ എന്ത് പറ്റി? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യന്റെ മുന്നേ ഞാൻ പറഞ്ഞ കാര്യം പിന്നെയും പറയാണ്. നമ്മളുടെ മോക്ക് ടെസ്റ്റ് സീരീസിനെ പറ്റി ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഈ വരുന്ന ദിവസങ്ങളിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട്, ഓക്കെ, അതിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മോക്ക് ടെസ്റ്റ് സീരീസിൽ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അൺലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സ്പ്ലനേഷനും ആയിരിക്കും. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ്. ഓവർസിയർ എക്സാമിനാണെങ്കിൽ 299ഉം, അതുപോലെ തന്നെ AE എക്സാം ആണെങ്കിൽ 399ഉം ആണ്. അതുപോലെ തന്നെ AEയുടെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഫോർ 1 year വാലിഡിറ്റി. അതിന്റെ കാര്യങ്ങൾ അറിയാനുള്ള നമ്പർ കൂടെ ഞാൻ നിങ്ങളുടെ ചാറ്റ് ബോക്സിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട്. സോ അത് ഇതിന്റെ ഇടയിൽ പറഞ്ഞു പോയി എന്ന് മാത്രം. സോ അതും നിങ്ങൾ നോക്കുക, നല്ല രസമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് അത് ഏത് ക്വസ്റ്റ്യൻ ആണ് തെറ്റിയത് അതൊന്നുകൂടെ നിങ്ങൾക്ക് എടുത്ത് നോക്കാനുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 15th ക്വസ്റ്റ്യൻ. Which one of the options contains only primary air pollutants? ഇത് കഴിഞ്ഞ മെയിൻറ്റി അറ്റൻഡ് ചെയ്തവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എത്ര പേർക്ക് ഓർമ്മ ഉണ്ടെന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ എത്ര പേര് പിന്നെയും തെറ്റിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. നമുക്കറിയാം അല്ലെ, പ്രൈമറി എയർ പൊല്യൂട്ടൻസും സെക്കൻഡറി എയർ പൊല്യൂട്ടൻസും ഉണ്ട്. പ്രൈമറി എയർ പൊല്യൂട്ടൻ ഓൾറെഡി പറഞ്ഞു, ഫ്രം ദി സോഴ്സ്, അല്ല സോഴ്സിന് ഡയറക്ട്ലി ഉണ്ടാവുന്നതാണ് പ്രൈമറി എയർ പൊല്യൂട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്തരത്തിലെ പ്രൈമറി എയർ പൊല്യൂട്ടന്റ് മറ്റ് കോമ്പൗണ്ട്സ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? അവിടെ സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് അവിടെ ഫോം ചെയ്യുന്നത്, വിച്ച് ഇസ് വെരി ഹാർംഫുൾ അല്ലെ. സോ നമ്മളുടെ പറഞ്ഞിരിക്കുന്നതിൽ പ്രൈമറി എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസും അതുപോലെ തന്നെ നൈട്രജൻ ഓക്സൈഡ്സും ആണ്. ബാക്കിയുള്ള ഓപ്ഷനിലൊക്കെ ഓസോണും അതുപോലെ പെറോക്സി അസിറ്റൈൽ നൈട്രേറ്റ്, ദാറ്റ് ഇസ് പാൻ അല്ലെ, PAN നമ്മൾ പറയാറുണ്ട്. അതൊക്കെ എന്ത് തന്നെയാണ്? സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് ആണ് എന്ന് മനസ്സിലാക്കുക. സോ എൻവറോൺമെന്റ് എഞ്ചിനീയറിംഗ് ടു അല്ലെങ്കിൽ എയർ ആൻഡ് നോയ്സ് പൊല്യൂഷൻസ് എന്ന് ഇത്തരത്തിലുള്ള എവിടെയെങ്കിലുമൊക്കെ 1 മാർക്ക് ഒക്കെ ചോദിക്കാറുണ്ട്. സോ അത് നിങ്ങൾ മിസ്സാക്കി കളയരുത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം വരുന്നതിന്റെ മുന്നേ നമുക്ക് ലീഡർ ബോർഡ് ആണ്. അപ്പൊ അഭിലാഷ് എവിടെയോ തെറ്റിച്ചോ? അഭിലാഷ്, ഓക്കെ, നമുക്ക് നോക്കാം. ആരാണ്? ജോണി ആണ് ഫസ്റ്റ് നിൽക്കുന്നത്. ജോണി, അമൽ, അതുല്യ, സെബു, അനു, അഭിലാഷ്, സിയ, വിപിൻ, സിമി, സേറ എന്നിവരാണ് ആദ്യത്തെ 10 സ്ഥാനങ്ങളിലുള്ളത്. ഗുഡ് ഗോയിങ്. നമുക്കിനി 5 ക്വസ്റ്റ്യൻസ് കൂടെയാണ് ബാക്കിയുള്ളത്. അപ്പോ നിങ്ങള് ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ആണ് എസ്പെഷ്യലി നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക. ചിലപ്പോ ഇതിന്റെ ഉള്ളിൽ ഷോർട്ട് ആക്കി ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് ഇടുക. നിങ്ങൾ കൺസെപ്റ്റ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി കൊണ്ടുപോവാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
16ാമത്തെ ക്വസ്റ്റ്യൻ. Grade of timber as per timber grading IS 6543 പ്രകാരം ഏത് ഗ്രേഡ് ആണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻ ബെൻഡിങ്ങിന്റെ റേഞ്ച് വെച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. നോക്കട്ടെ എത്ര പേർക്ക് അറിയാം, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഗ്രേഡ് സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ചിലപ്പോ കുറച്ച് ഹയർ ലെവലിലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളത് മിസ് ചെയ്യരുത്. ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കുറച്ച് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അല്ലെ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻ ബെൻഡിങ്, ടിംബറിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻ ബെൻഡിങ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രേഡ്സ് പറയുമല്ലോ. എല്ലാ മെറ്റീരിയലും ഗ്രേഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഗ്രേഡ് എ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇൻ ബെൻഡിങ്. ഓക്കെ, ഗ്രേഡ് ബി എന്ന് പറയുമ്പോൾ 9.8 to 12.5 kN/m²ലാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രേഡ് സി എന്ന് പറയുമ്പോൾ 5.6 to 9.8 ആണ്. ഗ്രേഡ് ഡി എന്ന് പറയുമ്പോൾ ഫെയിലിയർ ആണ് എന്ന് വെച്ചാൽ യൂസ് ചെയ്യാൻ പറ്റില്ല ഫോർ മാനുഫാക്ചറിങ്. ലെസ് ദാൻ 5.6 ആണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. സോ ആ കാര്യം നിങ്ങൾ ഓർക്കുക. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദി പ്രീവിയസ് ക്വസ്റ്റ്യൻ വാസ് ഗ്രേഡ് സി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കുറച്ചധികം പേര് തെറ്റിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം എവിടേക്കോ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. PSC ചിലപ്പോൾ അത് എടുത്ത് ചോദിച്ചുകൂടാന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോഴും ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ ഒക്കെ അല്ലെ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ അതിനും കൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കാം. What is the magnetic declination at a place if the magnetic bearing of the sun at noon is 184 degree? അപ്പോ എത്രയാണ്, അല്ലെങ്കിൽ ഡിക്ലിനേഷൻ ഉണ്ട്. ഡിക്ലിനേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. മാഗ്നറ്റിക് ബെയറിംഗ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ട്രൂ ബെയറിംഗ് അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. നമുക്കൊരു ഹിന്റ് പോലെ സൺ അറ്റ് നൂൺ എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഓപ്ഷൻസ് നന്നായിട്ട് നോക്കുക. മോസ്റ്റ് സ്യൂട്ടബിൾ ഏതാണ് എന്ന് നിങ്ങൾ നോക്കാം. ഓക്കെ, എല്ലാവർക്കും അറിയാലോ. നമുക്കറിയാം ട്രൂ ബെയറിംഗ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബെയറിംഗ് പ്ലസ് ഡിക്ലിനേഷൻ ആണ്. സോ അറ്റ് നൂൺ എന്ന് പറയുമ്പോൾ നമുക്ക് ട്രൂ ബെയറിംഗിന് എത്ര ഡിഗ്രി ആയിട്ട് എടുക്കാം? 180 ഡിഗ്രി ആയിട്ട് നമുക്ക് എടുക്കാം. സോ 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു 184 പ്ലസ് ഡിക്ലിനേഷൻ. ഡിക്ലിനേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ എന്ത് വരും? -4 വരും. നെഗറ്റീവ് ആവുമ്പോൾ നമ്മൾ ഏതാണ്? വെസ്റ്റ് ആണ് അല്ലെ. സോ 4 ഡിഗ്രി വെസ്റ്റ് ഇസ് ദി റൈറ്റ് ആൻസർ. അപ്പൊ അതെല്ലാവരും ശരിയാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള എന്താ നമ്മുടെ ട്രൂ ബെയറിംഗ്, ട്രൂ മെറിഡിയൻ, അതുപോലെ തന്നെ മാഗ്നറ്റിക് ബെയറിംഗ്, അത് തമ്മിലുള്ള റിലേഷൻ, ഡെഫിനിഷൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ റിവൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ 18ാമത്തെ ചോദ്യം. 18ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. കഴിഞ്ഞ എക്സാമിന് സിമിലർ അല്ലെങ്കിൽ സെയിം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെ. U is equal to 100 minus 0.5 K. അതാണ് സ്പീഡ് ഡെൻസിറ്റി റിലേഷൻ. ചെയ്ത് തന്നെ നോക്കാം. ഹൈവേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗേറ്റിലും എയ്ക്കും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു അല്ലെ. സ്പീഡ് ഡെൻസിറ്റി റിലേഷൻ ഓഫ് എ ഹൈവേ is given as U is equal to 100 minus 0.5 K. ഓക്കെ, അപ്പോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 5000 വെഹിക്കിൾസ് പെർ അവർ ആണ്. നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട്, U തന്നിട്ടുണ്ട്, ഡെൻസിറ്റി തന്നിട്ടുണ്ട്, ഇത്ര മീറ്റർ ലെങ്ത്തിൽ ഇത്ര വെഹിക്കിൾ ആണ് നിൽക്കുക. ഓക്കെ, ഡെൻസിറ്റിയും തമ്മിൽ റിലേഷൻ ആണ് തന്നിട്ടുള്ളത്. മാക്സിമം ഫ്ലോന്റെ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് അടുത്ത സ്ലൈഡിൽ ഒന്ന് ഷെയർ ചെയ്യാം. മാക്സിമം ഫ്ലോ എന്ന് പറയുന്നത് UF into K jam divided by 4 ആണ്. ഓക്കെ, UF എന്ന് പറയുന്നത് മാക്സിമം സ്പീഡ് ആണ്. K jam എന്ന് പറയുന്നത് ജാം ഡെൻസിറ്റി ആണ്. ജാം ഡെൻസിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
വെഹിക്കിൾ ഒന്നും മൂവ് ചെയ്യണില്ല റോഡില്, എല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ്. കംപ്ലീറ്റ് ബ്ലോക്ക് ആവുമ്പോൾ ഉള്ള ഡെൻസിറ്റിയാണ് കെ ജാം എന്ന് പറയുന്നത്. യു എഫ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്കും ഇല്ല, മാക്സിമം സ്പീഡിലാണ് വെഹിക്കിൾ പോകുന്നത് എന്നുള്ളതാണ് എന്ത് യു എഫ് എന്ന് പറയുന്നത്. അപ്പൊ മാക്സിമം ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ 4 ആണ്. നമുക്ക് തന്നിട്ടുണ്ട് ഒരു ഇക്വേഷൻ യു ഇസ് ഈക്വൽ ടു 100 മൈനസ് 0.5k. ഓക്കെ, അത് നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം. എന്താണ് യു വണ്ടി കംപ്ലീറ്റ്ലി നിൽക്കുമ്പോൾ യു ഈക്വൽ ടു 0 ആകുമ്പോൾ കെ എന്തായിരിക്കും ജാം ഡെൻസിറ്റി ആയിട്ട് മാറും, കെ ഈക്വൽ ടു കെ ജാം. അപ്പൊ അതിന്നൊരു കെ ജാം എന്താന്ന് നമുക്ക് കിട്ടും മുകളിലത്തെ ഫസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട്. അതുപോലെ തന്നെ കെ ഈക്വൽ ടു 0, ഒരു ട്രാഫിക് പ്രശ്നമില്ല, ഒരു ജാം ഇല്ലെങ്കിൽ എന്തായിരിക്കും യു അതിന്റെ മാക്സിമത്തിലായിരിക്കും. ആ റിലേഷൻ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു എഫ് എന്ത് വരും 100 km/h വരും. അപ്പോ ഡയറക്ട്ലി മാക്സിമം ഫ്ലോയിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടി 5000 vehicle/hour കിട്ടി. ഇത് മറ്റു രീതിയിലും ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ഒക്കെ ചെയ്തിട്ടും ചെയ്യാം. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ, പക്ഷെ കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് അല്ലാത്ത രീതിയിലുള്ള മെത്തേഡ് ഇതാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആൻസർ എന്ത് കിട്ടിയാൽ മതി 5000 vehicle/hour കിട്ടിയാൽ മതി, ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, സോ കുറച്ച് പേര് അത് ശരിയാക്കിയിട്ടുണ്ട്. സോ ഇത് മാറി ചോദിക്കാം, യു ഈക്വൽ ടു 100 മൈനസ് 0.5k ഉള്ളതൊക്കെ മാറി ചോദിക്കാം. അപ്പൊ ഈ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുക, ഈ ആൻസർ മാത്രം മനഃപ്പാടമാക്കരുത്, മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുക എന്ന് കൂടെ നിങ്ങൾ പഠിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? 19th question ആണ്. Answer fast to get more points. Simple question ആണ്. If Young's modulus of elasticity of material is twice the modulus of rigidity, Poisson's ratio എത്രയാണ്? എത്രയാണെന്ന് പറയൂ. ഓക്കെ, ഓക്കെ, നമുക്ക് നോക്കാം. 0 is the right answer. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് മെറ്റീരിയൽ ഇസ് ട്വൈസ് ഇറ്റ്സ് മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവണം. ഇത് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ഒക്കെ തമ്മിലുള്ള റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇ ഈസ് ഈക്വൽ ടു 2g into 1 plus mu. ഓക്കെ, mu ആണ് പോയ്സൺസ് റേഷ്യോ എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. E is equal to 2g ഓൾറെഡി തന്നിട്ടുണ്ട്. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 is equal to 1 plus mu. സോ പോയ്സൺസ് റേഷ്യോ is equal to 0. കുറെ അധികം പേര് തെറ്റിച്ചല്ലോ, എന്ത് പറ്റി, കൺഫ്യൂഷൻ ആയോ? ഇത്രയും സമയത്തിന്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. എസ്പെഷ്യലി ടെൻഷൻ കൊണ്ട് തെറ്റിച്ചവരോട് പറയാണ്, നിങ്ങൾ നന്നായിട്ട് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ രാവിലെ ചെയ്യുക. എക്സാമിനേഷൻ ആ ഒരു രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. പറ്റുവാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ടൈം ഒക്കെ സെറ്റ് ചെയ്ത് OMR ഷീറ്റ് ഉണ്ടെങ്കിൽ അതും പ്രിന്റ് ഔട്ട് എടുത്ത് അതിൽ ചെയ്യുക. ആപ്പിൽ കിട്ടുമെങ്കിൽ അതും ചെയ്യുക. നിങ്ങൾ എല്ലാ മെത്തേഡും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു നമ്മുടെ എത്രാമത്തെ ചോദ്യമാണ്? 20ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂവിങ് ടു 20th question. സോ 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇനിയും ഒരുപാട് എക്സാംസ് വരാനുണ്ട് അല്ലെ. KWAE പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഈ എക്സാംസ് ഒക്കെ വരാനുണ്ട്. സോ എല്ലാത്തിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എ സിമെന്റ് ബാഗ് കണ്ടെയ്ൻസ് 0.035 meter cube of cement by volume. How many bags will 1 ton of cement comprises? എന്താ സംശയം അല്ലെ. അപ്പോ ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കണം, ഒരു ബാഗ് ഓഫ് സിമെന്റ് എന്ന് പറയുന്നതിന്റെ വോളിയം 0.05 meter cube അല്ലെങ്കിൽ 35 liters അല്ലെങ്കിൽ 50 kilogram ആണ്, നമുക്ക് അറിയാം ഓൾറെഡി അല്ലെ. സോ 1 ton എന്ന് പറയുന്നത് 1000 kilogram ആണ്. സോ നമ്പർ ഓഫ് സിമെന്റ് ബാഗ്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി, 1000 divided by 50 ചെയ്താൽ മതി. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ത് കിട്ടി, നമുക്ക് 20 കിട്ടി. അത് ഓൾമോസ്റ്റ് എല്ലാവരും അത് ശരിയാക്കിയിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു. നമുക്കിനി ലീഡർ ബോർഡിലേക്ക് പോവാം. സോ ലീഡർ ബോർഡിലേക്ക് നമ്മൾ പോയിരിക്കുകയാണ്. സോ നിങ്ങൾ ചാറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റിയോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ,
ഓക്കെ, സമയം തികഞ്ഞു. ഓക്കെ, ജോണി ആണ് ഫസ്റ്റ് എത്തിയിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ് ജോണി. അമൽ, അതുല്യ, വിപിൻ, സെബു, അഭിലാഷ്, സിയ, സെറ, അനു, മൃദുല എന്നിവരൊക്കെയാണ് ആദ്യത്തെ സ്ഥാനങ്ങളിൽ ഉള്ളത്. സോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് ചാറ്റിലൂടെ പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. സോ ആരെങ്കിലും ഒന്ന് പറഞ്ഞ്, ജയലക്ഷ്മി, അഞ്ജലി, ആൻസി ഒക്കെ, നമുക്ക് അഭിലാഷ്, ഇവരൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ ആ ചാറ്റിൽ ഒന്ന് ഒരു 2 മിനിറ്റ് സമയം പോരെ. ഓക്കെ, എല്ലാ സെഷനും യൂട്യൂബിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആൻസി. അവൈലബിൾ ആയിരിക്കും കേട്ടോ ആൻസി. മാക്സിമം ഈ സമയത്ത് തന്നെ കയറാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വിപിൻ, ഇൻക്രീസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 20 to 25 ക്വസ്റ്റ്യൻസ് 1 hour സെഷന്റെ ഉള്ളിലാണ് വിപിൻ. അപ്പൊ പ്രോബ്ലം ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചുരുങ്ങിയ അല്ലെ, അല്ലെങ്കിൽ വളരെ അത് നീണ്ടുപോകും. ഓക്കെ, അതുകൊണ്ടാണ് വിപിൻ. ഓക്കെ, സെക്കൻഡ് ഹാഫ് ടഫ് ആയിരുന്നു എന്ന് അഭിലാഷ് പറയുന്നു. അപ്പൊ ഞാനത് കുറച്ച് ഈസി ആയിട്ട് കൊടുത്തിട്ട് അവസാനം കുറച്ച് ടഫ് ആക്കിയതാണ് അഭിലാഷ്. ഓക്കെ, സോ നല്ല ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് നല്ലതായിരിക്കും, കാരണം നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓക്കെ, എയും പറയുന്നത് ആ ലെവലിലേക്ക് മാറിയിരിക്കുകയാണ്. സോ നല്ല ക്വസ്റ്റ്യനിലൂടെ തന്നെ നിങ്ങൾ പോവാ, നന്നായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അശ്വതി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് പറയേണ്ട അശ്വതി. നാളെയും ഇതേ സമയത്തുണ്ട് കേട്ടോ, 6:30 നാളെയും നമുക്ക് മെന്റി ഉണ്ട്. അതിലും ഒരുപാട് ഇത്തരത്തിലുള്ള ഗുഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടും അതിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചിട്ട് വരിക. ഓക്കെ, അപ്പോ ജയലക്ഷ്മി എക്സ്പ്ലനേഷൻ മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. ഗാലക്സി A7 താങ്ക് യു എന്ന് പറയുന്നുണ്ട്. സോ താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്കും ഒരുപാട് നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റട്ടെ. വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത്. പ്രിപ്പറേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെൻഷൻ ഇല്ലാതെ എക്സാമിനെ നേരിടാനുള്ള കാര്യങ്ങൾ കൂടെ പാരലി നോക്കുക. നെഗറ്റീവ് മാർക്സ് കുറയ്ക്കുക. ഓക്കെ, ഇങ്ങനെ കുറെ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ നമുക്ക് കാണാം. സോ ഗോപിക, ജോയിൻ ചെയ്ത എല്ലാവർക്കും, ഷമീം താങ്ക് യു വെരി മച്ച്. ഷമീം, എല്ലാവർക്കും, ജയലക്ഷ്മി ഗുഡ് നൈറ്റ്, സീ യു ടുമോറോ. ഗുഡ് നൈറ്റ് ജയലക്ഷ്മി, നല്ലൊരു രാത്രി ആയിരിക്കട്ടെ. ഓക്കെ, സോ നമുക്ക് നാളെ കാണാം 6:30. മറക്കരുത്, നമുക്ക് വെബിനാറിലൂടെ കണ്ടുമുട്ടാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് വരാം. ഓക്കെ സിനി, താങ്ക് യു വെരി മച്ച്. സിനി, താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമുക്ക് എൻഡ് ചെയ്താലോ? സോ താങ്ക് യു വെരി മച്ച്.